അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇതൊരു പ്രോപ്പർ വ്ളോഗല്ല. ഞാനൊരു 15+ ഐഫോൺ മേടിച്ചതിൻ്റെ കുറച്ച് വീഡിയോസും ഷോർട്സും ഒക്കെ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അത് ട്രയൽ വീഡിയോസ് മാത്രമേ ഇതിനകത്തുള്ളൂ. വാല്യുബിൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങോ ഒന്നും ഇല്ല കേട്ടോ. വ്ളോഗ് പ്രതീക്ഷിച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വ്ളോഗല്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ പോസ് ചെയ്തോ വേറെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റിലേക്ക് നിങ്ങൾക്ക് പോവാം. 15+ൻ്റെ വ്ളോഗ് എടുക്കാനുള്ള ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക കേട്ടോ. ഞാനൊരു ഐഫോൺ 15+ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അതിൽ വ്ളോഗ് ചെയ്താൽ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, വീഡിയോ ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്ളോഗ് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡൈനാമിക് റേഞ്ച്, വീഡിയോ സ്റ്റെബിലൈസേഷൻ അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ആയിട്ടാണ് ഞാൻ വെറുതെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. നടപ്പൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി കേട്ടോ. ഇത് സിനിമാറ്റിക് മോഡിൽ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തൊന്നും പോകാനോ ഇപ്പോൾ ട്രാവലൊന്നും പ്ലാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ വീട്ടിലുള്ള വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് കമ്പൈൽ ചെയ്താൽ കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ ഒരു താരം കേട്ടോ. എൻ്റെ പേര് മൈലോ എന്നാണ്. സിനിമാറ്റിക് മോഡിൽ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ തരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, ഒത്തിരി ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് ഒത്തിരി പ്രോസസ്ഡ് ആണെന്ന് തോന്നുന്നില്ല. ചില സ്ഥലത്ത് അതിന് സിനിമാറ്റിക് മോഡിൽ ബ്ലർ ഇടയ്ക്ക് പാളിപ്പോകുന്നുണ്ട്, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. നോർമലി വൈറ്റ് ഷോട്ട്സിലെല്ലാം അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ബൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നത്. ഇന്നലെ രാത്രി നമ്മൾ പോകാനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. സെപ്റ്റംബർ 6-നാട്ടോ അങ്ങോട്ട് പോകുന്നത്. നമ്മളൊരു 2 വീക്സ് പ്രോഗ്രാമാണ്. അപ്പം സ്ഥലം എന്താണെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് റിവീൽ ചെയ്യാം. പതുക്കെ നമ്മുടെ വ്ളോഗ്സിൽ ഓരോരോ അപ്ഡേറ്റ്സ് നമ്മൾ പറയാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാം കേട്ടോ. അപ്പം ഞാനുള്ളത് പത്തനംതിട്ട മിന്നുൻ്റെ വീട്ടിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇന്ന് വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോകും. അതിന് മുന്നേ ചെറിയ സാധനങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിക്കണം എന്നും പറഞ്ഞ് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമ്മൾ പോയത് പത്തനംതിട്ടയുള്ള അരുൺ ഐസ്ക്രീമിൻ്റെ ഹാപ്പ് എന്ന് പറഞ്ഞ സ്റ്റോറിലാട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു സ്നാക്സ് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കേട്ടോ. 2-3 കട്ട്ലറ്റും സമൂസയും പഴംപൊരിയൊക്കെ നമ്മൾ മേടിച്ചു. അവിടെ ഇരിക്കുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കണ്ടതുണ്ടോ. ഇതിൻ്റെ പേര് കിളിക്കൂട് എന്നാണ്. ഞാനിതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഐഫോൺ 12 ആയതുകൊണ്ട് എനിക്ക് ഈ 15+ലേക്ക് മാറിയപ്പോഴത്തേക്ക് ഇതിൻ്റെ വീഡിയോയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തല്ലാണ് തോന്നിയത് കേട്ടോ. ഈ പള്ളി കണ്ടോ, കിടിലം പള്ളിയല്ല. അതിൻ്റെ ആ മേക്കിംഗ് ഒക്കെ കണ്ടോ, ന്യൂജൻ പള്ളിയാണെന്ന് തോന്നുന്നല്ലേ. പിന്നെ എന്നുവെച്ചാൽ പണ്ടുണ്ടാക്കിയത് റീബിൽഡ് ചെയ്തതല്ലോ, പുതുതായിട്ട് തന്നെ ബിൽഡ് ചെയ്താണോ. മൊത്തത്തിൽ വീഡിയോൻ്റെ കളർ സട്ടിലാണ്, ഓവറായിട്ട് സാച്ചുറേഷൻ കൂട്ടിയിടം തോന്നില്ല. വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പേരൊക്കെ മേടിച്ചു കേട്ടോ. നല്ല പേരൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ വലിയ മധുരമൊന്നുമില്ല കേട്ടോ, കാണാനുള്ള രസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സമയം 7:15 അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഷോർട്സ് സ്റ്റെബിലൈസേഷനും നൈറ്റ് മോഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ സമയം 7 മണിയായിട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇറങ്ങിയേ ഉള്ളൂ, ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലൊന്നും ഒരു തുള്ളി ലൈറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ടിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം എൻ്റെ ഫേസ് കാണാം. അപ്പോൾ ഇത് 15+ൻ്റെ വൈഡ് മോഡ് കേട്ടോ. വൈഡ് ലെൻസിലിട്ടേക്കുന്ന മോഡാണ്. അപ്പോൾ അതിൽ സ്റ്റെബിലൈസേഷൻ ഇല്ലയെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ അത് എനിക്ക് തോന്നുന്നു 1x-ലും 2x-ലും ഇടുന്ന അത്രയും സ്റ്റെബിലൈസേഷൻ വൈഡിൽ കിട്ടുന്നില്ല. പക്ഷേ കുഴപ്പമില്ല. അത്യാവശ്യം ഫ്രെയിമിങ്ങിൻ്റെ ഒക്കെ ഇപ്പം ഞാനിപ്പോൾ ബാക്ക് ക്യാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമിന് 4K വരെ റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഒരു ക്വാളിറ്റീൻ്റെ ഒരു ഇഷ്യൂ കാരണം ഞാൻ ബാക്ക് ക്യാം വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഫ്രെയിമിങ്ങിൻ്റെ ഒക്കെ കാര്യം ഇപ്പോൾ ബാക്കിൽ സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ എവിടെയാണ് ക്യാമറയുടെ ഫ്രെയിം വരുന്നതും കറക്റ്റ് നമ്മൾ ഫ്രെയിമിലാണോ സബ്ജക്റ്റ് ഫോക്കസ്ഡ് ആണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പം അതൊക്കെ സേഫ് സൈഡിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ ബാക്ക് ക്യാമിൻ്റെ വൈഡ് ലെൻസ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും. ഇതിപ്പോൾ വീടിൻ്റെ ഉള്ളിലാണ് എടുക്കുന്നത്, ഇൻഡോറിലാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. കിടക്കാണേ നീ ഇപ്പോൾ അതേ നിവർത്തിയുള്ളതാ, മേത്തൊക്കെ ഏതാണ്ട് പറ്റിച്ചുകൊണ്ട് വന്നേക്കാണ്. ഇതിനെ കുളിപ്പിക്കണം. പിന്നെ ഇതുണ്ട്, നമ്മൾ 2-3 ദിവസമായിട്ട് വീട്ടിലില്ലായിരുന്നു. നമ്മൾ മിന്നുൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി ലുലു എവിടേക്കോ തെണ്ടിത്തിരിഞ്ഞ് വന്ന് അവളുടെ മേത്തൊക്കെ ചെളിയും മണ്ണും ഏതാണ്ട് എണ്ണയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്യുമായിരുന്നു. അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല, അങ്ങോട്ട് ഓടിക്കളഞ്ഞു കേട്ടോ. ഇത് നൈറ്റിലുള്ള വീഡിയോ കേട്ടോ. നൈറ്റിൽ വീടിൻ്റെ പുറത്തിറങ്ങി വെറുതെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വെട്ടത്തിലെടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അതിലെത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സൂം ചെയ്ത് നോക്കാം. 1x 2x കണ്ടോ, അത്യാവശ്യം കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അവിടെയൊക്കെ നല്ല ഇരുട്ടാണ്.
എന്നാലും നമ്മൾ കണ്ണും കൊണ്ട് കാണുന്ന രീതിയിൽ തന്നെ ഇത് ലൈറ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. വൈഡ് ഇടുമ്പോൾ അത്രയും പറ്റുന്നില്ല. 2x ഇടുമ്പോഴത്തേക്ക് ഉണ്ട് അവിടെയൊക്കെ അത്യാവശ്യം ലൈറ്റൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലിമിറ്റിൽ കൂടുതൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോണിൻ്റെയും ക്വാളിറ്റി പോകും. ഇതിപ്പോൾ നൈറ്റ് മോഡാണ് കേട്ടോ. 1x ഇടുമ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. മൂണൊന്ന് ഇച്ചിരി ബ്ലറായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അത്രയും കാണാൻ മേല. ഇതെൻ്റെ വീടിൻ്റെ ഔട്ട്ഡോറിൽ നിന്നുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ 1x 2x ഉണ്ടോ ക്വാളിറ്റി ഇത്ര ഉണ്ട്. ഇത്രയും അത്യാവശ്യം ക്വാളിറ്റി ഇത് വൈഡിലാണ്. അത്യാവശ്യം ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും, നൈറ്റിലാണെങ്കിൽ പോലും കുറച്ച് ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ. ഇതിപ്പോൾ ട്യൂബിൻ്റെ വെട്ടമുള്ളൂ കേട്ടോ. ഈ പൂ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇത്രയും ലൈറ്റ് കുറവിൽ ഈ പൂ ഫോക്കസ് ആവുന്നുണ്ട്, കണ്ടോ? അതൊക്കെ ഫോക്കസ് ആവുന്നുണ്ട് കേട്ടോ. ഇല അത്യാവശ്യം ഫോക്കസ് ആവുന്നുണ്ട്. ഇത് ISO കയറുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഗ്രെയിൻസ് വരുന്നത്. പക്ഷെ എന്നാലും ഐ എം വെരി ഇംപ്രസ്ഡ് വിത്ത് ദിസ് ക്വാളിറ്റി. ഇപ്പോൾ നൈറ്റ് എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് ട്യൂബ് ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വെട്ടത്തിലാണ് ഈ വ്ളോഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വെട്ടം കുറഞ്ഞാൽ തന്നെ എടുക്കാനുള്ള ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇതിപ്പോൾ നടന്നുകൊണ്ടുള്ളൊരു ഷോട്ടാണ്. അപ്പം അതിലെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് അല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്റ്റോറി ടെല്ലിങ്ങോ ഒന്നുമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോൻ്റെ ക്വാളിറ്റി ഫോൺ മേടിച്ചാണല്ലോ, ഫോണിൻ്റെ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വെറുതെ ഒരു വീഡിയോ എടുത്തത്. കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ കുറച്ച് സ്റ്റോറീസൊക്കെ അതിനകത്ത് നറേറ്റ് ചെയ്യാൻ നോക്കി. ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. ജസ്റ്റ് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഓരോ ടൈപ്പ് ഞാൻ സാധാരണ എടുക്കുന്ന വീഡിയോസിൻ്റെ ഒരു സ്റ്റൈലിലുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്സും വീഡിയോ റെക്കോർഡിങ്സൊക്കെ ഇതിനകത്ത് വെറുതെ ആഡ് ചെയ്ത് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ പേര് അതുൽസ് POV എന്നാണ്. അത് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.